അതെ. അയ്യോ നോക്ക്, അവിടെ വേഗം ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. പക്ഷേ എന്റെ തമ്പുരാനെ, നിങ്ങളെല്ലാരും പുറത്തു പോണം. ഇച്ചായ നല്ല മയക്കത്തില്ല. ഇപ്പൊ തന്നെ വിളിച്ചുണർത്തി മൊഴിയെടുക്കണോ? വേണം. മൊഴിയെടുക്കാതെ ഇയാളങ്ങനെ തട്ടിപ്പോയാലേ ഭാഗ്യമുള്ള തോന്നും. വേണ്ട, കിടന്ന് തുള്ളാടാ. ഇതുപോലെ ആക്സിഡന്റ് കാലൊരെണ്ണം പോയാൽ മതി, അതോടെ നിന്റെയൊക്കെ സകല കളി തീരും. വേണ്ടെന്ന് പറഞ്ഞില്ല. നീ ആണാ പറയുന്നത്. ഇങ്ങോട്ട് നടക്ക്. വരാനല്ലേ വിടാനല്ലേ പറഞ്ഞത്? ഡോർ ക്ലോസ് ചെയ്തോ സാർ. മാത്തച്ചൻ, മാത്തച്ചൻ, മാത്തച്ച, മാത്തച്ചൻ, മാത്തച്ച, മാത്തച്ച, മാത്തച്ച. വേദന സഹിക്കാൻ വയ്യാതെ ഇതുവരെ കരച്ചിലായിരുന്നു. ഇപ്പൊ ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. ദയവ് ചെയ്ത് ഉണർത്തരുത് സർ. ഇയാൾ ഉണരുന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല. മിണ്ടാളോടെ നിന്നില്ലെങ്കിൽ രണ്ടിനെ പിടിച്ച് പുറത്താക്കി ഞാൻ. മാത്തച്ച, മാത്തച്ച, മാത്തച്ച. എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടായത്? എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്ന് തന്നോടാ ചോദിച്ച. എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്ന്? നിർത്താതെ പോയ ആ ലോറി ഏതാണെന്നറിയാവോ? അത് ഓടിച്ചിരുന്ന ആളെയോ അതിലുണ്ടായിരുന്ന മറ്റാരെങ്കിലും അത് കണ്ടായിരുന്നോ? ഇല്ല, അന്യദിക്കിന്ന് വന്ന ഒരു ലോറിയായിരുന്നു. സാറേ, സാറിങ്ങനെ പകലൂടെ വരുന്നുണ്ട്. അയലത്തുകാരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പോവാൻ പറയടി. അധികം പ്രശ്നം ഉണ്ടാക്കുന്ന പേരില്ലേ നീ വേറെ എന്തെങ്കിലും പേര് പറഞ്ഞൊരു കംപ്ലൈന്റ് എഴുതാ. ബാക്കി കാര്യം ഞാനേറ്റു. എന്താണാ പ്രശ്നം? വേല തന്നെ തുടങ്ങിയ വലിയ കഷ്ടമാണ് സാറേ. ഇവിടെ ഉള്ളവർക്ക് മാനവ മര്യാദയായിട്ട് ജീവിക്കണം. എന്നാ നാളെ നിന്റെ വീട്ടിലോട്ട് വരാടാ. മര്യാദയ്ക്ക് സംസാരിച്ചില്ലേ താലോട്ട് പോവില്ല. എന്താ പറഞ്ഞു? മതി മതി. മഫ്റ്റിയിലാണേലും ഇദ്ദേഹം ഒരു സർക്കിൾ അല്ലായോ?
മേലാൽ ഈ പരിസരത്തെങ്ങാനും കണ്ടുപോയ സർക്കിളേമാന്റെ നെഞ്ചത്ത് നാട്ടുകാർ ദേ ഇതുപോലെ പൊതുയോഗം കൂടും. എന്നാ മനസ്സിലായോ? സാറിന് ഇപ്പൊ കഷ്ടകാലം. മീനാക്ഷി, എടുക്ക രാജേഷ്. അങ്ങോട്ട് എടുത്തേക്കണേ. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള സകല കണക്കിന്റെയും ബാലൻസ് ഷീറ്റ് ടാലിയെ പോട്ടെ സാറേ. ആ ഇനി ഇതിന്റെ പേരിൽ വല്ല കള്ളക്കേസും ഉണ്ടാക്കി ഇക്കൂട്ടത്തിൽ ആരെങ്കിലും താൻ ദ്രോഹിച്ച പിന്നെ ഇതുപോലൊരു ജനകീയ വിചാരണയൊന്നും ഉണ്ടാവുകയല്ല. അങ്ങ് തീർക്കും ഞാൻ, കേട്ടല്ലോ. ഇനി എല്ലാരും പോയട്ടെ. സർക്കിളേമാനും പോകണ്ടായോ? എടി മീനാക്ഷി, പൈസ എല്ലാം കിട്ടിയായിരുന്ന? കടം പറഞ്ഞു പോകുന്നേനാ. ഓർമ്മ വെച്ചോ. പോട്ടെ പോട്ടെ പോട്ടെ. പപ്പയുടെ അടുത്തോട്ട് വാ. മോനവിടെ പിണങ്ങി ഇന്ന് എന്നാത്തിനാ? അമ്മച്ചി വഴക്ക് പറഞ്ഞായിരുന്നോ? പിന്നെ അത് അപ്പ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി കാല് മാറ്റി വെച്ചിരിക്കുവാ. 2 ദിവസം കഴിഞ്ഞ് ജയ്പൂര് പോയി പുതിയൊരു കാല് ഫിറ്റ് ചെയ്തുകൊണ്ട് വന്ന് ഓന്റെ കയ്യും പിടിച്ച് ഗമേലൊരു നടപ്പുണ്ട്. മോനെ കാണണ്ടേ? കുഞ്ഞെ എന്താ ഇത്? നീ ചുമ്മാ അവരെ കൂടെ വിഷമിപ്പിക്കാതെ കൊച്ചിനെ വിളിച്ചോണ്ട് അപ്പുറത്തോട്ടങ്ങനെ ചെല്ല് ചെല്ല്. മരുന്ന് കഴിക്ക. പുറത്തോട്ടൊന്നും പോവാൻ പറ്റാത്തോണ്ട് ഇരുന്ന് മുഷിയുന്നുണ്ടാവുമല്ലേ? ഒത്തിരി ഓടി നടന്നല്ലേ. ഇനി വിശ്രമിക്കാനാവും തമ്പുരാന്റെ കൽപ്പന. ആക്സിഡന്റ് ഉണ്ടാക്കിയവരെ അറിയില്ലെന്ന് പോലീസിനോട് കള്ളം പറഞ്ഞു. നന്നായി. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് ചേച്ചിയമ്മയ്ക്കറിയാം. ചേച്ചിയമ്മേ ഒന്ന് പതുക്കെ. ഇനി ഇതിന്റെ പേരില് കുട്ടപ്പായി എങ്ങനെ പറഞ്ഞ വേണ്ട. ഇതോടെ അവരുടെ പക തീരുമെങ്കിൽ അങ്ങ് തീരട്ടെ. തീരില്ല. നിന്റെ ഇച്ഛായനെ ഇല്ലാതാക്കാൻ വേണ്ടി അവര് ചെയ്ത ചതിയ. അതില് പക്ഷെ നീ ഇങ്ങനെ. ദൈവമേ, ഇതെല്ലാം എവിടെ ചെന്നാവുന്ന അവസാനിക്കുന്നത്? ഇച്ഛായനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. എല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാ. അവനാ ആ പാറക്കാടന്റെ മോൻ അലോഷ്. അവൻ മനഃപൂർവ്വം എന്റെ നേരെ